ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായി സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. മർത്തായും മറിയവും അവരുടെ സഹോദരൻ ലാസർ രോഗബാധിതനായിരുന്നു. അവൻ്റെ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഈശോയുടെ പക്കലേക്ക് ആളെ അയക്കുന്നുണ്ട്. ലാസർ രോഗിയായിരിക്കുന്നു. ഇത് കേട്ടിട്ട് ഈശോ 2 ദിവസം കൂടി ശിഷ്യന്മാരുടെ ഒത്ത് അവിടെ തന്നെ വസിച്ചു. ലാസർ ബഥാനിയയിൽ നിന്നുള്ളവനായിരുന്നു. ജെറുസലേമിൽ നിന്ന് 15 സ്ഥാദിയോൺ അകലെയാണ് ബഥാനിയ സ്ഥിതി ചെയ്യുന്നത്. വാർത്ത അറിഞ്ഞിട്ടും 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈശോ നമുക്ക് യൂദായിലേക്ക് പോകാം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, എന്തിനാണ് ഈശോ 2 ദിവസം കൂടി താമസിച്ച് യാത്രയ്ക്ക് പുറപ്പെടുന്നത്? ലാസർ മരിക്കുമെന്ന് അവനറിയാം. ഈശോയും ശിഷ്യന്മാരും ലാസറിനെ ദർശിക്കാൻ വേണ്ടി ചെല്ലുക അടക്കി 4-ാമത്തെ ദിവസമാണ്. ലാസറിനെ അടക്കിയ 4-ാം ദിവസമാണ് ഈശോ അവിടെ എത്തുക. ഈശോ ചെയ്യാൻ പോകുന്ന ഒരു അത്ഭുതകരമായ പ്രവൃത്തി, ഇത് ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ കൂടി വേണ്ടിയിട്ടാണ്. എല്ലാ അത്ഭുതങ്ങളും ദൈവമഹത്വത്തിലേക്കുള്ള അടയാളമായിട്ടാണ് കാണേണ്ടത്. സ്നേഹമുള്ളവരെ, ഈശോ ബഥാനയിലേക്ക് എത്തിയപ്പോൾ ഈ വിവരം അറിഞ്ഞ ആ ഭവനത്തിൽ ധാരാളം ആൾക്കാർ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. എന്തിനാണ്? ലാസർ മരിച്ചതിൽ ദുഃഖിക്കുന്ന സഹോദരിമാരെ ആശ്വസിപ്പിക്കുവാൻ. മർത്ത യേശു വരുന്നതറിഞ്ഞ് അവനെ സ്വീകരിക്കുവാൻ വേണ്ടി ഇറങ്ങിച്ചെന്നു. മറിയമാകട്ടെ, അവൾ ഒരിടത്തേക്കും പോയില്ല. ഈ മറിയമാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സുഗന്ധതൈലം കൊണ്ട് ഈശോയെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് ഈശോയുടെ കാൽപാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തവൾ. ഈശോയോട് മർത്ത പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈശോ പറഞ്ഞു, അവൻ ഉറങ്ങുകയാണ്. പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ മരിച്ചു. ഈശോ പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേൽക്കും. അവൾ പറഞ്ഞു, അന്ത്യദിനത്തിൽ ഉത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നെനിക്കറിയാം. ഈശോ പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. മർത്ത ഈശോയോട് പറഞ്ഞത്, അന്ത്യദിനത്തിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നെനിക്കറിയാം. ഈശോ പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കുകയില്ല. അങ്ങനെ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? മർത്ത പറഞ്ഞു, കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ഈശോയാണെന്ന്
ഞാൻ മനസ്സിലാക്കുന്നു. പ്രൈസ് ലോർഡ്. ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നു. വിശ്വാസത്തിൻ്റെ ആഴമാണ് എടുത്തു കാണിക്കുക. അടയാളങ്ങൾ, അത്ഭുതങ്ങളെല്ലാം ദൈവമഹത്വത്തിൻ്റെ അടയാളങ്ങളായി കാണണം. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ അനേക അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം എനിക്ക് നൽകിയത് ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുവാനും ദൈവത്തെ തിരിച്ചറിയുവാനും ദൈവമഹത്വത്തിന് അടുത്ത രീതിയിൽ നമ്മുടെ ഏവരുടെയും ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടുമാണ്. സ്നേഹമുള്ളവരെ, മർത്തായിയെ പോലെ ആഴമേറിയ വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമകളായി നമ്മൾക്ക് മാറാം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.